ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഴംപൊരി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്സ് ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട അതിൻ്റെ ബാറ്ററാണ്. ഇവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ശകലം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളിത് മിക്സ് തയ്യാറാക്കാനായിട്ട്. അതിൻ്റെ കറക്റ്റ് പാകം വരണം. ഇനി നമുക്കത് കറക്റ്റ് പാകമായോ നോക്കാനായിട്ട് നമ്മളൊരു സ്പൂണ് കൊണ്ടിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലിങ്ങനെ നല്ല തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി എന്നാണ് അർത്ഥം. ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കടായി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1.5 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ഫ്ലേവർ നൽകും അത്. സൺഫ്ലവർ ഓയിലിലും ഉണ്ടാക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് പഴം മുക്കി പൊരിച്ചെടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. 3 പഴം, ഇത് 1/2 കിലോ ആണ് വെയിറ്റ്. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. പഴം നമുക്കിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് വലുതായിട്ടും ഉണ്ടാക്കാം. ഞാനിത് ചെറിയ പീസായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമ്മളിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ 4 പീസ് കിട്ടും. അങ്ങനെ എല്ലാ പഴവും അതുപോലെ കട്ട് ചെയ്യാം. നീളത്തിന് കട്ട് ചെയ്തും 2 സ്ലൈസായിട്ടും ഉണ്ടാക്കാം. നമുക്കെല്ലാം 4 പീസാക്കി വയ്ക്കാം. നമുക്ക് 3 പഴം എടുത്തിട്ട് 6 സ്ലൈസായിട്ട് കട്ട് ചെയ്തും ഉണ്ടാക്കാം. നീളത്തിന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 12 സ്ലൈസായിട്ട് കട്ട് ചെയ്തും ഉണ്ടാക്കാം. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് എണ്ണയിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. ആ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി പഴം ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് ചെറിയ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാര്യം വളരെ ലോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബാറ്റർ പഴത്തിൽ നിന്ന് മാറി വരും. അത് കാരണം മീഡിയം ടു ഹൈയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിത് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡിയായി കഴിഞ്ഞു. ഈവനിങ് ടൈമിൽ ചായയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിന്നുണ്ടാക്കിയ പഴംപൊരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പഴംപൊരി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.